ഉദ്ധവ്, ഈ കോതമംഗലത്തെ കൊലപാതകത്തിലെ വഴിത്തിരിവ് അത് ലൈംഗിക ബന്ധത്തിന് ശേഷമാണ് കൊല നടന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അതിൻ്റെ അപ്ഡേഷൻ? ഈ നമ്മൾ കളനാശിനി കൊടുത്തിട്ട് അല്ലെങ്കിൽ കീടനാശിനി കൊടുത്തിട്ട് കഷായം ഗ്രീഷ്മ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വലിയ ചർച്ച ചെയ്യുന്നത്. പക്ഷെ കോതമംഗലത്തെ കൊലപാതകത്തിന് അധികം വലിയ വാർത്താ പ്രാധാന്യം കിട്ടുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. നമ്മളെ കോടതിയൊക്കെ ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ കോടതിയൊക്കെ ഈ പുറത്ത് നടക്കുന്ന ചർച്ചകൾക്കൊക്കെ വില കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ശരിയല്ലേ? പുറത്ത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന വാർത്തകൾക്ക് എന്താണ് മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന കാര്യം, അതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്താണ്, നെഗറ്റീവ് സൈഡ് എന്താണ് എന്ന് കോടതി പരിശോധിക്കാറുണ്ട്. അത് നമുക്ക് പല കേസുകളിൽ മനസ്സിലായൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഈ സാധാരണ ഘട്ടത്തിൽ ഈ അതിവേഗ കോടതികൾ വിധി പറയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പല കാര്യങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത്. പക്ഷേ കോടതി മുറിക്കകത്ത് പരിശോധിക്കേണ്ട പല കാര്യങ്ങളും മാധ്യമ വാർത്തകളിൽ ചർച്ചയാകുന്നത് ജഡ്ജിമാർ ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളതാണ് അവസ്ഥ. അങ്ങനെയാണ് കഷായം ഗ്രീഷ്മയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിൽ കൃത്യമായിട്ട് വിധി പറഞ്ഞ് കഷായം ഗ്രീഷ്മയുടെ ആ കേസ് അങ്ങനെ അവസാനിച്ചത്. പക്ഷേ ഈ പറഞ്ഞ ഈ പെൺകുട്ടിയുടെ അദീന, അൻസിലിനെ കൊലപാതകം നടത്തിയ അദീന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആ കേസിൽ ഇതുവരെയും മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് അത്ര പ്രാധാന്യം കൊടുക്കാത്തത് എന്നതാണ് ഞാൻ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട. ബിൻചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, മാധ്യമങ്ങൾ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. രണ്ടും സെയിം കേസാണ്. മറ്റേത് കഷായത്തിൽ കൊടുത്തു, ഇത് മറ്റേ റെഡ് ബുൾ പോലത്തെ ഏതോ ഒരു ശീതളപാനീയത്തിൽ കൊടുത്തു. അതാണ് സംഭവം. ഇതിൽ ശരിക്കും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഇഷ്ടത്തിലായിരുന്നു. ഇവർ രണ്ടുപേരും തമ്മിൽ ഈ ഒരു ചെറിയ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇവർ കോടതിയിൽ ഒത്തുതീർപ്പ് എത്തിയതാണ് ഇവർ രണ്ടുപേരുടെയും കാര്യങ്ങൾ. കോടതി ഒത്തുതീർപ്പ് എത്തിയപ്പം ഈ അൻസിൽ എന്ന് പറഞ്ഞതിൻ്റെ അടുത്ത് പറഞ്ഞു ഈ പറഞ്ഞ അദീനയ്ക്ക് പണം കൊടുക്കണം. അങ്ങനെയാണ് സെറ്റിൽമെന്റ് കോടതിക്കകത്ത്. പക്ഷേ ഈ അൻസിൽ ഈ പൈസ ഇവൾക്ക് കൊടുത്തില്ല. അൻസിൽ ഈ പൈസ ഇവൾക്ക് കൊടുക്കാതിരുന്ന ഘട്ടത്തിൽ ഇവർ തമ്മിൽ വീണ്ടും സാമ്പത്തിക തർക്കങ്ങളുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ ഒരു ദിവസം അൻസിലിനെ, അതായത് ജൂലൈ 29-ാം തീയതി അൻസിലിനെ വിളിക്കുകയാണ്. അൻസിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. ഇവൾ ഒറ്റയ്ക്കാണ് താമസം. അൻസിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഇവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇവനൊരു റെഡ് ബുൾ പോലുള്ള ഒരു ശീതളപാനീയം കുടിക്കാൻ കൊടുക്കുന്നു. അതിനകത്ത് ഇവൾ ഈ പറഞ്ഞതുപോലെ കളനാശിനി വിഷം അതിനകത്ത് മിക്സ് ചെയ്തിട്ടാണ് ഇവന് കൊടുക്കുന്നത്. ഇവനോട് ഇത് കുടിക്കാൻ പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തേജനം കൂടുതൽ കിട്ടും. അതായത് ഒരു തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ആൾക്ക് വീണ്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ഉത്തേജനം കൂടുതൽ കിട്ടും. നീ ഇത് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവന് സംഭവം മനസ്സിലായി, ഇത് പണി കിട്ടി എന്നുള്ളത്. ഇവൻ വേഗം പുറത്ത് ഓടുന്നു. സംഭവം അങ്ങനെയാണല്ലോ, ഈ വിഷം കഴിച്ചവർക്ക് മൊത്തം പരവേശം വന്നിട്ട് ഒരു വെപ്രാളവും കാര്യങ്ങൾ. അപ്പോൾ ഇവൻ പുറത്ത് ഓടുന്നു, ഛർദ്ദിക്കുന്നു, അവിടെ വീടിൻ്റെ പുറത്ത് വീഴുന്നു. ഈ സമയത്താണ് ഈ പറഞ്ഞ അദീന എന്ന് പറഞ്ഞ ലേഡി പോലീസിനെ വിളിച്ച് പറയുന്നത്, എൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരാൾ വിഷം കഴിച്ച് കിടക്കുന്നുണ്ട് എന്ന് പറയുന്നു. വിഷം കഴിച്ച് അപ്പോൾ അവനും അതുപോലെ തന്നെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് പറയുന്നു, ഞാനിങ്ങനെ വിഷം കുടിച്ചിട്ടുണ്ട്, എന്നെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞാൽ അവൻ ബന്ധുക്കളെയും വിളിക്കുന്നു. ബന്ധുക്കൾ അവർ ആംബുലൻസായിട്ട് വരുന്നു. ഈ ആംബുലൻസായിട്ട് വന്ന് ആശുപത്രിയിലേക്ക് പോകുന്ന ഇടയിൽ ഇവൻ കൊടുത്ത മൊഴികളാണ് ഇവർക്കെതിരെ തിരിഞ്ഞത്. ഇവൻ പറഞ്ഞു, എന്നെ അവൾ ചതിച്ചതാണ്, അവൾ ഇതിനകത്ത് ശീതളപാനീയത്തിൽ എനിക്ക് വിഷം കലക്കിയതാണ് തന്നത് എന്ന് പറഞ്ഞിട്ട് പറയുന്നു. ഇതേ മൊഴി തന്നെ ഇവൻ മരിക്കുന്നതിന് മുമ്പ്, അതായത് ജൂലൈ 30-ാം തീയതി മരിക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞ ആശുപത്രിയിലെ ഡോക്ടർമാരോടും പറഞ്ഞു. പോലീസ് വന്ന് നോക്കി, പോലീസ് വന്ന് ഇവരെല്ലാം ഇതേ സെയിം മൊഴി കൊടുത്തു. പോലീസ് വന്ന് ഇവളോട് ചോദിച്ചപ്പോൾ ഇവൾ ആദ്യഘട്ടത്തിൽ സമ്മതിച്ചില്ല. ഇവൾ ആദ്യഘട്ടത്തിൽ സമ്മതിക്കാതെ ഇവൾ പറഞ്ഞു, ഇല്ല, ഇവിടെ വന്നിട്ട് വിഷം കഴിച്ചതാണ്, ഞങ്ങൾ തമ്മിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ബാക്കി കോൾ റെക്കോർഡ്സും സാഹചര്യ തെളിവുകളെല്ലാം നോക്കിയപ്പോൾ പോലീസ് പറഞ്ഞപ്പോൾ ഇവർക്ക് സമ്മതിക്കേണ്ടി വന്നു ഇവളാണ് കൊടുത്തതെന്നുള്ളത്. അങ്ങനെ പോലീസിൻ്റെ അന്വേഷണത്തിൽ പോലീസ് പിന്നീട് ഇവളെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ ഈ അൻസിലിൻ്റെ ഒരു മിസ്സായിപ്പോയൊരു മൊബൈലുണ്ട്. അത് പോലീസ് തൊട്ടപ്പുറത്തെ കാർഡെല്ലാം വെട്ടിത്തെളിച്ച് അതിനകത്തുനിന്ന് കണ്ടെത്തുന്നു. ഇതുപോലെ തന്നെ ഈ പറഞ്ഞ ശീതളപാനീയത്തിൻ്റെ ബോട്ടിൽ കണ്ടെത്തുന്നു. അൻസിൽ അവിടെ വന്നതിൻ്റെ തെളിവ് കണ്ടെത്തുന്നു. പിന്നീട് ഈ അവിടുത്തെ സാഹചര്യ തെളിവുകളെല്ലാം ശേഖരിച്ച് ഇവളെ കൊണ്ടുപോകും, റിമാൻഡ് ചെയ്യുന്നു. വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നു. ഈ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിച്ച ഘട്ടത്തിലുള്ള ചോദ്യം ചെയ്യലിലാണ് ഇവൾ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷമാണ്, കുറ്റസമ്മത മൊഴിയാണ് അതിൽ പറയുന്നത്, ഞങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷമാണ് ഉത്തേജനം ഉണ്ടാകും, കൂടുതൽ ഉത്തേജനം ലഭിക്കും, അപ്പോൾ വീണ്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് നിർബന്ധിച്ച് ഞാൻ കഴിപ്പിച്ചതാണ് എന്ന് അവൾ സമ്മതിച്ചു എന്നുള്ളത് ആ മൊഴിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഷായം ഗ്രീഷ്മയുടെ കേസ് വന്ന ശേഷം അതിൻ്റെ വിധിയൊക്കെ വന്ന സമയത്ത് എല്ലാവരും വിചാരിച്ചു കഷായം ഗ്രീഷ്മയുടെ കൂടെ ആ കേസ് അല്ലെങ്കിൽ അത് തീരും. ഇതിപ്പോ വേറെ രൂപത്തിൽ സംഭവം എല്ലാം സെയിം തന്നെ. കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുന്നു, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, അതിനുശേഷം വിഷം കൊടുക്കുന്നു. ഇതാണ് ഒരു സിറ്റുവേഷൻ. അപ്പം ഈ കേസിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പറഞ്ഞതുപോലെ ഈ മാധ്യമങ്ങൾ നൽകാത്ത
ഒരു പ്രാധാന്യം നൽകാത്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഈ ഷാരോൺ വധക്കേസിലേതും ഈ അൻസിലിന്റെ വധക്കേസിലും എന്താണ് വ്യത്യാസം വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കോതമംഗലത്ത് ഈ പെൺകുട്ടി അവനെ കൊല്ലണം എന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി വിളിച്ചു വരുത്തിയതാണ്. ആദ്യഘട്ടത്തിൽ ഇവള് കൊടുത്ത മൊഴി അങ്ങനെയൊന്നുമില്ല, അവൻ ഇവിടെ വന്ന് വിഷം കഴിച്ചതാണ്. അപ്പോഴാണ്, അതുകൊണ്ടാണല്ലോ ഞാൻ തന്നെ പോലീസിനെ വിളിച്ച് പറഞ്ഞതെന്നാണ് ഈ പറയുന്ന ലേഡി കൊടുത്ത ആദ്യം പോലീസിനോട് പറഞ്ഞ മൊഴി. പക്ഷെ പോലീസിന് കൃത്യമായിട്ട് ഇവളുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ, പോലീസാണല്ലോ എത്ര മൊഴികൾ ദിവസം കേൾക്കുന്നുണ്ടോ, ആരെയൊക്കെ അവർ കാണുന്നുണ്ടോ, അവർക്കത് മനസ്സിലാവും. അങ്ങനെ ആദ്യഘട്ടത്തിൽ തന്നെ ഇവളോട് ചോദിച്ചു, 1-2 തവണ മറച്ചും തിരിച്ചും ചോദിച്ചപ്പോൾ ഇവളാകെ തപ്പിപ്പോയ ഘട്ടത്തിൽ ഇവർക്ക് കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാൻ പറ്റാതായി. പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിച്ചു, തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോഴാണ് ഈ പറഞ്ഞ ബോട്ടിൽ കിട്ടുന്നു. ഇവള് അതിന് മുന്നേ വേറെ സാധനമുണ്ട്, ഇവള് ഈ കളനാശിനി കുറേ ദിവസങ്ങൾക്ക് മുൻപേ വാങ്ങി വെച്ചതാണെന്നുള്ളത് പോലീസ് കണ്ടെത്തി. അപ്പോൾ ഗൂഢാലോചന കുറ്റായി. ആദ്യഘട്ടത്തിൽ വധശ്രമത്തിനാണ് കേസെടുത്തത്. ഇവന്റെ മരണം വന്നപ്പം കൊലപാതക കുറ്റായി, ഗൂഢാലോചനയായി, അങ്ങനെ ഒരുപാട് വകുപ്പുകളിട്ട കേസിലുണ്ട്. എന്തായാലും കുറച്ച് നാൾ കോടതി അകത്ത് കിടക്കേണ്ടി വരും. പക്ഷെ ഇതിന്റെയൊക്കെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ഈ പറയുന്ന കേസുകളിലൊന്നും വധശിക്ഷ എന്ന് പറഞ്ഞ സംഭവമില്ല. ഇപ്പൊ കഷായം ഗ്രീഷ്മയുടെ കേസ്, കഷായം ഗ്രീഷ്മ തന്നെ പറഞ്ഞല്ലോ, കുറെ നാൾ കഴിയുമ്പോൾ എനിക്ക് ഇറങ്ങാം, ഒരു 10 വർഷം കഴിയുമ്പോൾ എനിക്ക് ഇറങ്ങാം, എന്നിട്ട് വിവാഹം കഴിക്കാം, മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് അവള് തന്നെ പറഞ്ഞു. നമ്മുടെ നിയമത്തിന്റെ ഒരു പ്രശ്നമാണത്. അതായത് ഈ കിരൺ കുമാർ, വിസ്മയ വധക്കേസിലെ കിരൺ കുമാറിന് 10 വർഷത്തെ തടവല്ലേ ഉള്ളൂ. കിരൺ കുമാർ എനിക്ക് തോന്നുന്നു 40-45 വയസ്സാകുമ്പോഴത്തേക്ക് കിരൺ കുമാർ പുറത്തിറങ്ങും. അവന് സുഖകരമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അവന്റെ നാട്ടിൽ പറ്റില്ലെങ്കിൽ അവന് വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാം. ഗ്രീഷ്മയുടെ കേസിൽ അവള് തന്നെ പറഞ്ഞു, എനിക്ക് ഇത്ര വയസ്സായിട്ടുള്ളൂ, സുഖമായിട്ട് പുറത്തിറങ്ങാം. ഗ്രീഷ്മയുടെ ഫാമിലിയും ചെന്നൈയിൽ സെറ്റിൽ ആവാനുള്ള എല്ലാ സംവിധാനവും ചെയ്തു വെച്ചിട്ടുണ്ട്. അവർ സുഖമായിട്ട് വിവാഹം കഴിച്ച് ചെന്നൈക്കാർക്ക് എന്ത് കഷായം, അവർക്കെന്ത് ഷാരോൺ വധക്കേസ്, അവർക്കിതൊന്നും അറിയില്ല. അവളോട് സുഖമായിട്ട് ജീവിക്കും. കിരൺകുമാറിന് മോട്ടോർ വാഹന വകുപ്പിൽ ജോലി പോയെങ്കിൽ അവനൊരു ചെറുപ്പക്കാരനാണ്, അവൻ എവിടെ ചെന്നാലും എന്തെങ്കിലും സ്വകാര്യ സ്ഥാപനത്തിലെങ്കിലും ജോലി കിട്ടും, അവന് വേറൊരു വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുക. അതാണ് ഈ നിയമ സംവിധാനങ്ങളുടെ. നമ്മൾ എത്ര നാള് കിരൺകുമാറിനെ ഓർക്കും, അവന്റെ മുഖം പോലും നമ്മൾ മറന്നു, ഓർമ്മയില്ല. നമുക്കിടയിൽ വന്ന് നിന്നാൽ പോലും അവൻ വേറൊരു പേരിലോ അല്ലെങ്കിൽ കിരൺകുമാർ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഓർക്കില്ല. കിരൺകുമാറിന് എത്ര പേരുണ്ട്. അതെ. അപ്പം അതാണ് നമ്മുടെ നിയമത്തിന്റെ ഒരു പ്രശ്നമാണ് പറയുന്നത്. കോടതിയെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ നമ്മുടെ നിയമത്തിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. പിന്നെ അപ്പോൾ കോടതി പറയും നമുക്ക് വധശിക്ഷ വിധിക്കുക, അപൂർവമായ കേസുകൾക്ക് വധശിക്ഷ വിധിക്കാൻ പറ്റും. ഈ കേസ് ഇപ്പോൾ അപൂർവങ്ങളിൽ അപൂർവം അല്ലാതായി പോയില്ലേ. ഗ്രീഷ്മയുടെ കേസ് വന്നുകൂടെ ഇതും അപൂർവങ്ങളിൽ അപൂർവമല്ല, ശരിയല്ലേ? കിരൺകുമാറിന്റെ കേസിൽ അപൂർവങ്ങളിൽ അപൂർവമല്ല. ഗാർഹിക പീഡന കേസുകൾ ഇതിനു മുമ്പേ ഉണ്ടായിട്ടുണ്ട്. ആത്മഹത്യാ പ്രേരണ കുറ്റം ഒരിക്കലും കോടതി നിൽക്കില്ല. അതിന് തെളിയിക്കാൻ പറ്റൂല കോടതിക്ക്. ആത്മഹത്യാ പ്രേരണ കുറ്റം ഒരു കാരണവശാലും തെളിയിക്കാൻ പറ്റാത്തൊരു കേസ്. അപ്പോൾ ഈ കോതമംഗലത്തെ ഈ കേസിലും കഷായം ഗ്രീഷ്മയുടെ കേസുമായിട്ട് റെഫറൻസ് ഒരുപാടുള്ളത് കൊണ്ട് കോടതിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ തീർപ്പാക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ എന്ത് വിധി വരും എന്നാണ് മിൻചേട്ടൻ കരുതുന്നത്? ഇതിൽ പറഞ്ഞതുപോലെ ഇപ്പം ഒരു 10 വർഷം മാക്സിമം, 10 വർഷം അല്ലെങ്കിൽ 12 വർഷം അത്രേ വരാനുള്ള സാധ്യതയുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് സുഖമായിട്ട് ഇറങ്ങാം. അതുമാത്രമല്ല, ഇപ്പോൾ ഈ ഗണേഷ് കുമാറിനെ പോലുള്ളവരൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ഷെറിനൊക്കെ പെട്ടെന്ന് ഇറങ്ങിയില്ലേ, അതുപോലൊക്കെ ഇറങ്ങാനുള്ള സംവിധാനമൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ കുറച്ച് സൗന്ദര്യമുള്ളവരൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും. അങ്ങനത്തെ സംവിധാനമൊക്കെ ഉണ്ടല്ലോ. അതെ.